നമ്മൾ വൈറ്റ് ബ്ലാക്ക് ഐ ജയന്റ് ഗൗരാമികളെ പർച്ചേസ് ചെയ്ത അന്ന് അക്വേറിയം ഷോപ്പിൽ കണ്ട കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. സാധാരണ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ചെടികൾ, അതായത് 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ചെടികളൊക്കെ സാധാരണ ഫ്രണ്ടിലാണ് കാണാറുള്ളത്. അതായത് ഈ വള്ളിസ്നാരിയ, വാട്ടർ വിസ്റ്റീരിയ, കൊബംബ അത്തരം ചെടികൾ. എന്നാൽ ഈ ചെടികളെല്ലാം കുറച്ച് ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം സാധാരണ റേഞ്ചിൽ വരുന്ന ചെടികളല്ല, പ്രൈസ് റേഞ്ചിൽ വരുന്ന ചെടികളല്ല, കുറച്ച് പ്രൈസ് കൂടുതലാണ്. അതായത് 180, 200, 240, അതുപോലെ 150 അത്തരം റേഞ്ചിൽ വരുന്ന ആ ഒരു റേഞ്ചിൽ വരുന്ന ചെടികളാണ്. നിങ്ങൾക്കറിയാം ഈ ചെടികളെല്ലാം നമ്മൾ മുമ്പ് നമ്മുടെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അനൂബിയാസ് നാന എന്ന് പറഞ്ഞ അനൂബിയാസ് മിനിമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് അനൂബിയാസ് നാനയാണ്. കുറച്ച് മുമ്പ് ഒരു ചിരട്ടയ്ക്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാവാമോസ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ അനൂബിയാസിൻ്റെ കളക്ഷനൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അനൂബിയാസ് വെറൈറ്റിയിൽ പെട്ട ഏതെങ്കിലും അനൂബിയാസ് മിനിമ, അനൂബിയാസ് നാന പെറ്റീറ്റ് എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ വാങ്ങിയിട്ടില്ല. അത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അത് താഴത്തെ റാക്കിലാണെന്ന് തോന്നുന്നു. അതായത് അനൂബിയാസ് നാനേക്കാളും ചെറുതാണ് അനൂബിയാസ് നാന പെറ്റീറ്റ് എന്ന് പറയുന്ന വെറൈറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ അക്വേറിയം ഷോപ്പിൻ്റെ പേര് അക്കരാസ് അക്വേറിയം എന്നാണ്, തൃശ്ശൂരാണ്. ഇവർക്ക് കൊറിയർ സർവീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, ഷോപ്പിൽ നേരിട്ട് ചെന്ന് വാങ്ങണം. ഈ കാണുന്നതാണ് അനൂബിയാസ് നാന പെറ്റീറ്റ് എന്ന് പറയുന്ന വെറൈറ്റി. തീരെ ചെറിയ ഇലകളാണ്. ഇതിനേക്കാളും കുറച്ച് വലിയ ഇലകളാണ് ഈ കാണുന്ന അനൂബിയാസ് നാനയുടേത്. നാന പെറ്റീറ്റിൻ്റെ പ്രൈസ് ഒരു പോട്ടിന് എനിക്ക് തോന്നുന്നു 240 വരുന്നത്. പിന്നെ അനൂബിയാസ് മിനിമ, ജാവാഫേൺ അതിനൊക്കെ 180 ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ജാവാമോസ് ഒഴിച്ച് ബാക്കി പറഞ്ഞതെല്ലാം റൈസോം പ്ലാന്റ്സ് ആണ്. റൈസോം പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ് റൈസോം പ്ലാന്റ്സ്. റൈസോമൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇവർക്ക് കുറഞ്ഞ ലൈറ്റിൽ തന്നെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നല്ല രീതിയിൽ ഡെക്കറേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കല്ലിൽ നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വുഡിൽ സെറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ജസ്റ്റ് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് നാൾ ഫിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു ഡ്രിഫ്റ്റ് വുഡിലോ കല്ലിലോ ഒക്കെ വേര് പിടിച്ച് ഉണ്ടാവുന്നതാണ്. ഈ അനൂബിയാസ് വെറൈറ്റികളെല്ലാം അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ജാവാഫേൺ നിങ്ങൾക്ക് കാണാം, ടോപ്പിൽ ആ കാണുന്നതാണ് ജാവാഫേൺ. പിന്നെ ഇത്തരം ചെടികൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണി എന്ന് പറയുന്നത്, ഇതിനകത്ത് സ്പോഞ്ച് ഇരിക്കുന്നുണ്ട്. ഈ പോട്ടിനകത്ത് സ്പോഞ്ച് വെച്ച് സ്പോഞ്ചിലാണ് ഈ ഒരു ചെടി ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ സ്പോഞ്ചിനിടയിൽ കൂടെയൊക്കെ വേരുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പോഞ്ച് നമ്മൾ റിമൂവ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകണത്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വുഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് പോകണത്. അപ്പോൾ ഈ സ്പോഞ്ച് റിമൂവ് ചെയ്യുന്നത് കുറച്ച് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട്. ഈ സ്പോഞ്ചൊക്കെ നമ്മൾ ശക്തിയായിട്ട് പിടിച്ച് വലിക്കുകയാണെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്പോഞ്ച് റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ജാവാഫേണുകളാണ് ഈ കാണുന്നത് കേട്ടോ. നീളത്തിലുള്ള ഇലകളെല്ലാം ജാവാഫേണുകളാണ്. ജാവാഫേണുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, നമ്മൾ ഇഷ്ടംപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടിയാണ് ജാവാഫേൺ. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞ ചെടികളെല്ലാം അനൂബിയാസിൽ നമ്മളിപ്പോൾ പറഞ്ഞ 3 വെറൈറ്റികൾ, അതുപോലെ ജാവാഫേൺ എല്ലാം ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികളാണ്. പിന്നെ ജാവാമോസ് നമ്മൾ ഇതുവരെ വാങ്ങി വളർത്തിയിട്ടില്ല. നേരത്തെ ആ ഒരു ചിരട്ടയുടെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് കണ്ടതാണ് ജാവാമോസ് എന്ന് പറയുന്നത്. അക്വേറിയത്തിൻ്റെ അടിഭാഗത്ത്, അതായത് സബ്സ്ട്രേറ്റിൽ കാർപ്പറ്റ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജാവാമോസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ചിരട്ടയ്ക്ക് മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ജാവാമോസ് എടുത്ത് ഒരു ചിരട്ടയുടെ മുകളിൽ നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം നൂല് കൊണ്ട് ജസ്റ്റ് കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ലൈറ്റിന് കീഴിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അക്വേറിയത്തിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വളർന്നു വരും. ജാവാഫേൺ, അനൂബിയാസ് മിനിമ, നാന ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ജാവാമോസ് നമ്മൾ വാങ്ങി വളർത്താത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുപോലെയാണ് അത് സെറ്റ് ചെയ്ത് വരുന്നത്, ചിരട്ടയുടെ മുകളിൽ സെറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് വളർന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചിരട്ടയ്ക്ക് മുകളിൽ വെച്ചിട്ട് നൂല് കൊണ്ട് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ വെള്ളത്തിന് പുറത്ത് വെച്ച് ചെയ്യുന്ന മെത്തേഡും ഉണ്ട്. അതായത് ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിനകത്ത് നമ്മൾ കോട്ടൺ പോലെ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് കൊടുത്തിട്ട്, ബേസ് ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഈ ജാവാമോസിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ കണ്ടെയ്നർ അടച്ച് നമ്മൾ ഇതേപോലെ ഒരു അക്വേറിയത്തിൻ്റെ ലൈറ്റിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവച്ചാൽ മതി. അങ്ങനെയും നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്ത് കണ്ട ചെടികൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലർക്കും ചിലപ്പോൾ ഈ ചെടികൾ വാങ്ങി വളർത്താനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. അക്വേറിയം ഷോപ്പിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അക്കരാസ് അക്വേറിയം എന്നാണ്, തൃശ്ശൂരാണ്. ഇവർക്ക് കൊറിയർ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല, ഷോപ്പിൽ നമ്മൾ നേരിട്ട് നിന്ന് വാങ്ങണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.